Pi diagram is a circular diagram. Pi diagram ഒരു circular diagram ആണ്. തന്നിരിക്കുന്ന വാല്യൂസിനെ കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യും. ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഐറ്റം ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 360 ആണ്. ഇപ്പോൾ ഒരു സർക്കിളിന്റെ കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ആണ്. അതുകൊണ്ടാണ് 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. The sales of an appliance in 5 cities in October 2013 is given in lakh is given below. Draw a pie diagram to represent the population in a town. അപ്പോൾ താഴെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള പൈ ഡയഗ്രാം വരയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഡാറ്റയിൽ സിറ്റിയും സെയിൽസ് ഇൻ ലാക്സ് അങ്ങനെ 2 കോളത്തിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള ആംഗിൾസ് മെഷർ ചെയ്യണം. ആംഗിൾ മെഷർ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പൈ ഡയഗ്രാമില് എത്ര ആംഗിൾ വെച്ച് വരയണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂ. അപ്പൊ ആദ്യം ആംഗിൾ മെഷർ ചെയ്യാം. അപ്പൊ പൈ ഡയഗ്രാമില് ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. തന്നിരിക്കുന്ന ഡാറ്റയില് ആദ്യം തന്നിരിക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂരിന്റെ ആംഗിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? തന്നിരിക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടല്, ആ കോളത്തിന്റെ ടോട്ടല് വരുന്നത് 465 ആണ്, ഇൻറ്റു ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 61.2 ആണ്. ദെൻ കോഴിക്കോടിന്റെ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന വാല്യൂ 99 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ എത്രയാ 465 ആണ്. അതായത് ഈ കോളത്തിന്റെ ടോട്ടല് ഇൻറ്റു 360 വിച്ച് ഈസ് ഈക്വൽ ടു 76.6 ആണ്. ഇതുപോലെ ബാക്കി എല്ലാ വാല്യൂസിന്റെയും ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ഇഷ്ടമുള്ള റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിള് വരയണു. അതിനുശേഷം ചെയ്യാനുള്ളത് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ലൈൻ വരയണു. അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേര് റേഡിയസ് എന്നുള്ളതാണ്. ഇനി ഫസ്റ്റ് ആംഗിള് കണ്ണൂരിന്റെ ആംഗിള് പറയണത് 61.2 ആണ്. ഇപ്പൊ ചെയ്യാനുള്ളത് പ്രൊട്രാക്ടർ ഈ ലൈനിൽ കൊണ്ടുവന്ന് വെക്കുക. ഇപ്പൊ ഇതാ ഈ മിഡിൽ പോയിന്റ് ഇവിടെ നിന്ന് 61.2, അപ്പൊ നേരെ കറക്റ്റ് ആണെങ്കിൽ 90 ആണ്. 90ക്ക് താഴെയാണ് 61 വരിക. അപ്പൊ 61 എവിടെയാണ്? 6ന്റെയും 7ന്റെയും ഇടയിൽ 61.2 ഈ പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് സർക്കിളിലേക്ക് ഒരു ലൈന് വരയണു. അതോടുകൂടെ ഇവിടെ നമ്മൾ എഴുതിയിടണു ഈ ആംഗിള് 61.2 ആണ്. ദെൻ ഇനി ചെയ്യാനുള്ളത് ഈ വരഞ്ഞ പോയിന്റിൽ കൊണ്ടുവന്ന് പ്രൊട്രാക്ടർ വെച്ചു. 76.6 ഈ ആംഗിള് 70, 75, 76.6 ഈ പോയിന്റിൽ മാർക്ക് ചെയ്യണു. സെവന്റിന്റെയും 8ന്റെയും ഇടയിൽ 76. ദെൻ ഇനി ചെയ്യാനുള്ളത് ഈ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ലൈന് വരയണു. അതോടുകൂടെ ഇവിടെ ആംഗിൾ എഴുതിയിട്ടു 76.6 ആണെന്ന് എഴുതിയിട്ടു. എഗെയിൻ ചെയ്യാനുള്ളത് ഈ ലാസ്റ്റ് വരഞ്ഞ ലൈനില് പ്രൊട്രാക്ടർ വെക്കണു. മിഡ് പോയിന്റ് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി വേണ്ട ആംഗിള് 103.7 ആണ്, 103.7. അപ്പൊ നോക്കൂ, ഈ നേരെയുള്ള ലൈനാണ് 90. ഇവിടെ കാണുന്നുണ്ടാവും, ഇത് 90 ആണ്. 90 കഴിഞ്ഞാൽ 100 കഴിഞ്ഞാല് 103.7 മാർക്ക് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ വെക്കുക. സർക്കിളിലേക്ക് വേണം വരയാൻ. അതോടുകൂടെ ഇവിടെ എടുത്തെഴുതി 103.7 ആണ് ഈ ആംഗിള്. വീണ്ടും ചെയ്യാനുള്ളത് എന്താണ്, ഈ ലാസ്റ്റ് വരഞ്ഞ ലൈനില് പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെക്കണു.
നമുക്ക് വേണ്ട ആംഗിൾ 54.2 ആണ്. അപ്പൊ നോക്കൂ, 10, 20, 30, 40, 50. 55ന്റെയും 54ന്റെയും ഇടയിലായിട്ട് മാർക്ക് ചെയ്യുന്നു 54.2. ജോയിൻ ചെയ്തു. അതോടുകൂടെ ഇവിടെ എഴുതിയിട്ടു ആംഗിള് 54.2 ആണ് ഈ ആംഗിള്. ദെൻ ഇനി ചെയ്യാനുള്ളത് ഈ ലാസ്റ്റ് വരഞ്ഞ ലൈനില് എഗെയിൻ കൊണ്ടുവന്ന് നമ്മൾ പ്രൊട്രാക്ടർ വെക്കണം. ലാസ്റ്റ് വരുന്ന ആംഗിള് 65ന്റെയും ഇടയിലാണ് ഈ ലൈൻ ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ആംഗിൾ എത്രയാ? 64.2 ആണ്. ഇങ്ങനെയാണ് പൈ ഡയഗ്രാം വരയ്യ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഓരോ ആംഗിളും ഡിഫറെന്റ് കളേഴ്സിലാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അതിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഇതില് തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയണത്, the following figures relate to the cost of construction of houses in Delhi. Draw a pie diagram to represent it. താഴെ പറയുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് പൈ ഡയഗ്രാം വരയണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റയുടെ പ്രത്യേകത പെർസെന്റേജിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. പെർസെന്റേജ് ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇതുപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ തന്നിരിക്കുന്ന സിമെന്റ് ആണ്. സിമെന്റ് നമുക്ക് തന്നിരിക്കുന്നത് 20% ആണ്. അപ്പൊ കോളം ഫുൾ ടോട്ടൽ ചെയ്യുക. കോളം ഫുള്ള് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ 100 ആണ്. 20 പ്ലസ് 18 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 25 പ്ലസ് 12 എല്ലാം കൂടെ സം ചെയ്താല് കിട്ടുന്നത് 100 തന്നെയാണ്. ഇതിന്റെ ആംഗിള് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 100 ഇൻറ്റു ഒരു സർക്കിൾ വരയുമ്പോൾ സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ 72 ആണ്. സിമിലർലി സ്റ്റീലിന്റെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുക. തന്നിരിക്കുന്ന പെർസെന്റേജ് 18% ആണ്. 18%ന് എങ്ങനെ ആംഗിൾ മെഷർ ചെയ്യും? 18/100 ഇൻറ്റു 360 വിച്ച് ഈസ് ഈക്വൽ ടു വരുന്ന മെഷർമെന്റ് 64.8 ആണ്. സെയിം വേയില് ബാക്കി എല്ലാ വാല്യൂസിന്റെയും ആംഗിൾ മെഷർ ചെയ്യുക. അതിനുശേഷം പൈ ഡയഗ്രാം വരയണം. പൈ ഡയഗ്രാം വരയുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടമുള്ള റേഡിയസ് വെച്ചിട്ട് വരയാൻ സാധിക്കും. അതിനുശേഷം സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് നമ്മളൊരു വര വരയണു. അതിന് പറയുന്ന പേരെന്താണ്? റേഡിയസ് ആണ്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയുന്ന ലൈന് റേഡിയസ് ആണ്. ഇനി ചെയ്യാനുള്ളത് ഈ പോയിന്റില്, ഈ വരഞ്ഞ പോയിന്റില് പ്രൊട്രാക്ടർ വെക്കണം. നമുക്ക് വേണ്ടത് 72 ഡിഗ്രിയാണ്. അപ്പൊ നോക്കൂ, ഇത് 70, 71, 72 തൊട്ടടുത്ത രണ്ട് പോയിന്റ്, തൊട്ടടുത്ത രണ്ടാമത്തെ പോയിന്റ് 72 മാർക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാം? ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. അതോടുകൂടെ ഇവിടെ നമ്മൾ ആംഗിൾ എഴുതിയിട്ടു. ഇത് 72 ഡിഗ്രിയാണ്. ഇനി ചെയ്യാനുള്ളത് ഇതേ പോയിന്റിൽ നമ്മൾ വീണ്ടും പ്രൊട്രാക്ടർ വെക്കണു. സെയിം പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചു. നമുക്ക് വേണ്ട ആംഗിൾ 64.8 ആണ്. ഇത് 60 ആണ്. 64.8 പറയുമ്പോൾ 65ന്റെയും 64ന്റെയും മിഡിലായിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പോയിന്റിൽ ജോയിൻ ചെയ്യണു. സർക്കിളിൽ മുട്ടിയാൽ മതി, അങ്ങേ ഭാഗം പോണമെന്നില്ല. ദെൻ ഈ ആംഗിൾ നമ്മൾ എത്ര എഴുതിയത്? 64.8 ആണ്. ഈ സെന്റർ പോർഷനിലായിരിക്കണം പ്രൊട്രാക്ടറിന്റെ സെന്ററും വരാൻ. നമുക്ക് വേണ്ട തേർഡ് ആംഗിൾ 36 ഡിഗ്രിയാണ്. അപ്പൊ നോക്കുക, 36, 10, 20, 30, 40, 13ന്റെയും 14ന്റെയും ഇടയിൽ 35, അത് കഴിഞ്ഞ് തൊട്ടുള്ള പോയിന്റ് 36 മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ആംഗിള് 36. ഈ ലാസ്റ്റ് വരഞ്ഞ ലൈനിൽ എഗെയിൻ നമ്മള് പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെച്ചു.
അന്നേരം കിട്ടേണ്ട ആംഗിൾ 54 ഡിഗ്രിയാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി അടയാളപ്പെടുത്തുന്നത് 54 ആണ്. അപ്പൊ നോക്കുക, 10, 20, 30, 40, 50, 55. 55ന്റെയും തൊട്ട് താഴെ 54 മാർക്ക് ചെയ്തു. ആ പോയിന്റ് ജോയിൻ ചെയ്തു. ഈ മെഷർമെന്റ് 54 ആണെന്ന് എഴുതി. ലാസ്റ്റ് വരഞ്ഞ പോയിന്റിൽ എഗെയിൻ നമ്മൾ കൊണ്ടുവന്ന് പ്രൊട്രാക്ടർ വെക്കണു. ഇവിടെ നമുക്ക് വേണ്ട ആംഗിള് 90 ഡിഗ്രിയാണ്. നോക്കൂ, 90 ഡിഗ്രി നമുക്ക് വേണ്ട ആംഗിള് 90 ഡിഗ്രി. ഇതാണ് 90 ഡിഗ്രി. ദെൻ ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യണു. ഇവിടെ നിന്ന് ഈ ആംഗിള് 90 ഡിഗ്രിയാണ്. ഇനി ലാസ്റ്റ് വേണ്ടത് 43.2 ആണ്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ഈ പോയിന്റിൽ നമ്മൾ എഗെയിൻ കൊണ്ടുവന്ന് പ്രൊട്രാക്ടർ വെക്കുക. 10, 20, 30, 40, അത് കഴിഞ്ഞ് 43.2. 43.2 എന്നുള്ള പോയിന്റിലാണ് ഈ വന്ന ലൈന് നിൽക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ ഈ ആംഗിൾ എഴുതിയിരുന്നു. ഇത് 43.2 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരഞ്ഞിരിക്കുന്ന പൈ ഡയഗ്രാം ഓരോ ആംഗിളും ഡിഫറെന്റ് കളേഴ്സിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ വേണം പൈ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ. If you like the video, please subscribe and press the bell icon.